നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മലയാള സിനിമാ രംഗത്തെ സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് ഒന്ന് ഈ ആറ്റുകാൽ പൊങ്കാലയുടെയും അതോടൊപ്പം അവരിപ്പോൾ പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം, വേറെ ഒന്നുമില്ല പറയാം. ഒത്തിരി സന്തോഷം. ഞാൻ അമ്പലത്തിന് ഇത്ര അടുത്ത് ദേവിയെ കണ്ടുകൊണ്ട് പൊങ്കാല ഇടുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. മുമ്പ് പൊങ്കാലയിടാൻ വന്നിട്ടുണ്ട്? 2007 മുതൽ എപ്പോഴും പൊങ്കാല ഇടുന്നതാണ്. അപ്പോൾ ഇത്ര അടുത്ത് ഭഗവാനെ കണ്ട് ആദ്യമായിട്ടാണ് ഇടുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. തൊഴാനൊക്കെ പറ്റി? ഇന്നലെയൊക്കെ ഞാൻ തൊഴുതു. ഒറ്റയ്ക്കാണോ അതോ? അമ്മയുടെ അനിയത്തിമാരുണ്ട്, ചുറ്റന്മാർ 2 പേരുണ്ട്. ശരിട്ടാ. നമ്മോടൊപ്പം ഗായിക രാജലക്ഷ്മി കൂടി ചേരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരുപാട് നാളായിട്ട് ഇടുന്നുണ്ടോ, പൊങ്കാല ഇടുന്നുണ്ടോ? 10-15 വർഷമായിട്ട് ഇടുന്നുണ്ട്. കുടുംബത്തോടൊപ്പമാണോ? ഞാൻ ചിപ്പി ചേച്ചിയുടെ കൂടെയാണ് എല്ലാ വർഷവും വരാറ്. ചേച്ചിയുടെ കൂടെയാണ് ഇത്തവണ. അതെ, അമ്മമാരൊക്കെ വീട്ടിൽ പൊങ്കാല ഇടുന്നു. അപ്പോൾ ഞാനിവിടെ അത്ര അടുത്ത് നമുക്കിരുന്ന് ഇടാമല്ലോ. അങ്ങനെ വലിയ വിശ്വാസമാണ് ആറ്റുകാൽ ദേവിയും പൊങ്കാലയല്ല? തീർച്ചയായിട്ടും പൊങ്കാലയും. കാരണം ഞാൻ എറണാകുളം ജില്ലക്കാരിയാണ്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ഇതൊരു ഭയങ്കര, നമുക്ക് അവിടെയുള്ളവർക്ക് ഇതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തൊട്ട് ഞാൻ ഇടുന്നുണ്ട് പൊങ്കാല. ആറ്റുകാൽ ദേവിയുടെ ഒരു 2 വരി പാടാൻ പറ്റി? നല്ല പുകയൊക്കെ അടിച്ച്. അമ്മേ എന്നമ്മേ ആറ്റുകാലമ്മേ എന്നെ നീ എന്നും കയ്യേൽക്ക വേണമമ്മേ. എന്തായാലും ഈ സിനിമ സീരിയൽ രംഗത്തെ താരങ്ങൾ അതോടൊപ്പം ഗായികമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ പൊങ്കാലയിടാൻ എത്തിയിട്ടുണ്ട്. ചുറ്റും കണ്ടാലറിയാം കടുത്ത പുകയാണ്, ഒപ്പം തന്നെ നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. എങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവരും ആറ്റുകാൽ അമ്പലത്തിൽ ദേവിയുടെ പ്രീതിക്കായി ദേവിക്കായി പൊങ്കാല അർപ്പിക്കുകയാണ്. 1:15 പൊങ്കാല നിവേദ്യം നടക്കും. ആ സമയത്ത് പൊങ്കാല നിവേദ്യത്തിനായി ക്ഷേത്രത്തിൽ നിന്നും ശാന്തിമാർ ഇവിടേക്കും എത്തിച്ചേരുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ്, ഗൗരി വന്ദനം എന്നാണ് പേര്. ഇവിടെയാണ് ഈ സിനിമാ സീരിയൽ താരങ്ങൾ അടക്കമുള്ളവർ പൊങ്കാല അർപ്പിക്കുന്നത്. ഇവിടേക്ക് എത്തി പൊങ്കാല നിവേദിക്കും. അതിനുശേഷമായിരിക്കും ഇവരുടെ മടക്കം. ഇപ്പോഴും അതിൻ്റെ അവസാന ചിട്ടവട്ടങ്ങളിലേക്ക് കടക്കുകയാണ്, അതിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് എല്ലാവരും.